ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ അടുത്ത ഗഡുവിൻ്റെ വിതരണം നവംബർ 19-ന്, അതായത് നാളെ ബുധനാഴ്ച 11 മണിക്ക് 2000 രൂപ വീതം അർഹർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. PM കിസാൻ പോർട്ടലിൽ KYC പൂർത്തിയാക്കിയവരാണ് അർഹർ. കേരളത്തിൽ നിന്ന് PM കിസാനിൽ അംഗങ്ങളായി 20 ലക്ഷത്തിലധികം പേരുണ്ട്. 100% കേന്ദ്രം പണം ചിലവിടുന്നൊരു പദ്ധതിയാണിത്. രാജ്യത്താകെ 9 കോടിക്കുമേൽ കർഷകരാണ് ആനുകൂല്യം കൈപ്പറ്റുന്നത്. 2000 രൂപയുടെ 3 ഗഡുക്കളായി ആകെ 6000 രൂപ വീതമാണ് കർഷകർക്ക് ഒരു വർഷം ലഭിക്കുക. അതേസമയം കേരളത്തിൽ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം പറ്റുന്നുണ്ടെന്ന് അടുത്തിടെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ 33 പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകൾ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് കാരണം. കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയ ഉടൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയെടുത്തെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. അനർഹരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 63,819 അനർഹർ ആനുകൂല്യം കൈപ്പറ്റിയെന്നും ഇതിൽ 26,989 പേർ ഇതിനകം തന്നെ പണം തിരിച്ചടിച്ചെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ റിപ്പോർട്ടും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആരാണ് യോഗ്യരെന്ന് നോക്കാം. കർഷകർക്ക് വരുമാന പിന്തുണയെന്നോണം 2018 ഡിസംബർ 1-ന് കേന്ദ്രം അവതരിപ്പിച്ചതാണ് PM കിസാൻ പദ്ധതി. 2 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ളവരാണ് ആനുകൂല്യത്തിന് അർഹർ. ആദായ നികുതിദായകർ, ഭരണഘടനാ പദവി വഹിക്കുന്നവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, പ്രൊഫഷണൽ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ ചേരാനാവില്ല. പ്രതിമാസം 10,000 രൂപയിലധികം പെൻഷൻ വാങ്ങുന്നവരും അനർഹരാണ്. അതുപോലെ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടുകയുള്ളൂ. pmkisan.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ അല്ലെങ്കിൽ CSC ഫാർമർ എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയാൽ സ്റ്റാറ്റസ് അറിയാനാകും. ഇതുവരെ KYC നടത്താത്തവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PM കിസാൻ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കാം. ആപ്പിൽ KYC സ്റ്റാറ്റസ് നോ എന്നാണെങ്കിൽ KYCയിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ സമർപ്പിക്കണം. തുടർന്ന് ഫേസ് സ്കാനിങ് അനുമതി നൽകണം. ഫേസ് സ്കാനിങ് വിജയകരമായി കഴിഞ്ഞാൽ KYC പൂർത്തിയാകും. എന്നാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് 24 മണിക്കൂറിന് ശേഷമേ അറിയാനാകൂ. അടുത്ത അറിയിപ്പ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 2 മാസത്തെ പെൻഷൻ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യും. 3,600 രൂപയാണ് ഇത്തവണ ഒരാളുടെ കൈകളിലെത്തുക. നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഗഡുവായ 1,600 രൂപയും നവംബറിലെ 2,000 രൂപയുമാണ് വിതരണം ചെയ്യുക. ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു. ഇതിനായി 1,864 കോടി രൂപ ഒക്ടോബർ 31-ന് തന്നെ ധനവകുപ്പ് അനുവദിച്ചിരുന്നു. 63,77,935 പേരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കഴിഞ്ഞ മാർച്ച് മുതൽ അതത് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ 900 കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത്. മാസം 400 രൂപ കൂടി വർദ്ധിച്ചതിനാൽ 1,050 കോടി രൂപ വേണം. ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും. 9.5 വർഷത്തെ LDF ഭരണത്തിൽ 80,671 കോടി രൂപയാണ് സർക്കാർ പെൻഷന് വേണ്ടി മാത്രം അനുവദിച്ചത്.